ഹായ് ഗെയ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഒത്തിരി നാളായിട്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നും എന്താ വീഡിയോസ് എടുക്കാമെന്ന് ഒരു ഇതുമില്ല. എന്നും നമ്മൾ ഈ ചോറും ചാറും ഉണ്ടാക്കണതിനെ പറ്റിയ ബോറടിച്ചൂലേ, അത് വിചാരിച്ചിട്ട് വീഡിയോസൊന്നും ലോങ് ഇടാതെ അങ്ങനെ വെച്ചിട്ടോ. ആകെപ്പാടെ കാണുന്ന 10 പേരുള്ളൂ കേട്ടോ. എന്നാലും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നാണ് കേട്ടോ ലോങ് വീഡിയോ. അങ്ങനെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ മോർണിംഗത്തെ സ്വത്തുവിന് സ്കൂളുള്ള ദിവസത്തെ വിശേഷമാണ് കേട്ടോ. ഒന്ന് രാവിലെ ഞാൻ എണിച്ചത് കുക്കറിൽ ഒരു ഗ്ലാസ് അരി ഇട്ടിട്ട് അതിന് 3 വിസിലടിച്ചിട്ട് പിന്നെ ഞാൻ ഫ്രഷ് ആകാൻ പോയി. അതൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും ചീര ഞാൻ തലേ ദിവസം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനങ്ങോട്ട് ചെറിയുള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് മുട്ടനെയും വിഷൊഴിച്ചിട്ട് അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, സ്കൂൾക്ക് പോകാനുള്ള ഉപ്പേരി. അപ്പോൾ സ്വത്തു തലേ ദിവസം തന്നെ പറഞ്ഞു എനിക്ക് പത്തിരി വേണം എന്ന്. രാവിലെ തന്നെ പത്തിരി പണിയായിരുന്നു. ഒരു 10 പത്തിരി പരത്തിയിട്ടുണ്ടായിരുന്നു. കാരണം തലേ ദിവസം പത്തിരി കഴിക്കാൻ പൂതി എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ പൂതി അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ആ ചോറിൻ്റെ കാര്യം സെറ്റായി, ഉപ്പേരിൻ്റെ കാര്യം സെറ്റായി. അപ്പോൾ പിന്നെ ഞാൻ പത്തിരിക്ക് അങ്ങോട്ട് നിന്നു. പത്തിരി ഇതാക്കണിന്ന് ഇട്ടിട്ടില്ല കേട്ടോ, കാരണം വീഡിയോസ് എടുക്കാൻ ടൈം കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ പത്തിരിക്ക് കറിയതൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ. അപ്പം മുട്ട ഒഴിച്ചിട്ട് മുട്ടക്കറിയാണ് കേട്ടോ. ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വാട്ടിയിട്ട് വലിയുള്ളി വാട്ടിയിട്ട് എല്ലാ മസാലകളും ഇട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ മുട്ടക്കറി വെക്കാം. അത് പത്തിരിക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടോ. അത് സെറ്റായപ്പോൾ നമ്മളെ എല്ലാവരും രാവിലത്തെ മോർണിംഗത്തെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി സ്വത്തുവിന് ടിഫിൻ ബോക്സിക്ക് ചോറാക്കണം കേട്ടോ. പിന്നെ ഈ ഒരു പാത്രത്തിനെ കുറിച്ചിട്ട് കമാൻഡ് ബോക്സിൽ കൂടി ഞാൻ അന്ന് ഷോർട്സ് ഇട്ടപ്പോൾ പറഞ്ഞിരുന്നു, ക്യാൻസർ പിടിക്കും പ്ലാസ്റ്റിക് പാത്രമാണ്, അതിൽ മക്കൾക്ക് ചോറ് കൊടുക്കാൻ പാടില്ല എന്ന്. പക്ഷെ അത് ഹാർഡ് ബാഗ്സ് ഒക്കെ യൂസ് ചെയ്യില്ല, അതുമാതിരിയുള്ള ഒരു പാത്രമാണ് ഇത്. പ്രത്യേകിച്ച് ഈ പാത്രത്തിന് നല്ല ഗുണം എന്ന് പറയുന്നത് പുറത്തേക്കൊന്നും പോവില്ല. സാധാരണ പ്ലാസ്റ്റിക് അല്ല കേട്ടോ, ഉള്ളിൽ വേറൊരു സ്റ്റീലിൻ്റെ പാത്രം ഉണ്ട്, അതിൻ്റെ പുറകിലാണ് പ്ലാസ്റ്റിക് കേട്ടോ. അപ്പം അങ്ങനത്തെ വിഷയമൊന്നുമില്ല. പക്ഷേ ഈ ഒരു പാത്രം അടിപൊളി പാത്രമാണ്, പക്ഷേ വെയിറ്റ് ഓവറാണ് കേട്ടോ. വെയിറ്റ് ഓവർ അല്ല, പാത്രം കുഴപ്പമൊന്നുമില്ല കേട്ടോ, ക്യാൻസറൊന്നും പിടിക്കത്തില്ല. നല്ല സ്റ്റീലിൻ്റെ പാത്രമാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അങ്ങനെ എനിക്ക് ലഞ്ച് സെറ്റാക്കി. അങ്ങനെ കേക്കാണ് കേട്ടോ. ഇന്നൊരു 2 കേക്ക് വെക്കണം എന്ന് വിചാരിച്ചാൽ ഓന് കഴിക്കത്തില്ല. അപ്പോൾ ഒരു കേക്ക് വെച്ച് കുറച്ച് തോനെ മുറുക്കും വെച്ച് കൊടുത്തു. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ കാര്യം പറയാലോ, ഫ്രൂട്ട്സ് ഇപ്പോൾ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, മഴക്കാലമൊക്കെ അല്ലേ. പിന്നെ ഓനക്ക് ചെറുതായിട്ട് നല്ല ഐസ്ക്രീം കഴിച്ചിട്ട് ഭയങ്കര ഇതുണ്ട്. അങ്ങനെ ഓന് ഞാൻ അതൊക്കെ സെറ്റാക്കി എല്ലാം ചോറൊക്കെ ടിഫിനൊക്കെ റെഡിയാക്കിയതിൻ്റെ ശേഷമാണ് ഞാൻ ഓനെ എടുക്കാൻ പോകുക കേട്ടോ. ഓനെ എടുക്കാൻ പോയാൽ എൻ്റെ പഠിച്ചോനെ ഒരു ദിവസത്തെ മെനക്കട 7 മണി 7:00 ഞാൻ ഓനെ വിളിക്കാൻ തുടങ്ങിയാൽ ഒരു 8 മണിയാകുമ്പോഴത്തേനുള്ളൂ ഓന് ബാത്റൂമിൽ അങ്ങോട്ട് സെറ്റാകുക കേട്ടോ. ഫസ്റ്റ് ഒന്ന് വരും, പിന്നെ അങ്ങോട്ട് പോവും, പിന്നെ അങ്ങോട്ട് വരും. അങ്ങനെ വാശി പിടിച്ചിരിക്കും കേട്ടോ. ഭയങ്കര വാശി എന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയാണ്. അങ്ങനെ ഓന് ക്യാമറ കണ്ടു കേട്ടോ. ക്യാമറ കണ്ടാൽ പിന്നെ പറയും വേണ്ട എൻ്റെ സ്വഭാവം. അങ്ങനെ ഒരു വിധത്തിലൊക്കെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയി ബാത്റൂമിലൊക്കെ സെറ്റാക്കി. അങ്ങനെ ഓനക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് ഓന് ഉണ്ടാക്കിയ പത്തിരിയും കുറച്ച് ഹോർലിക്സ് കൊടുത്തിട്ടോ. പക്ഷേ ഹോർലിക്സ് ഒരു 2.5 ഗ്ലാസ്സോളം കുടിച്ചു. ബാക്കി പത്തിരി ഒന്നും തൊട്ട് നോക്കിയില്ല കേട്ടോ. ഓന് രാവിലെ പോകുമ്പോൾ ഒന്നും കഴിക്കാത്തൊരു കുട്ടിയാണ്. ഭയങ്കര വാശിയാക്കാരം. ചില ദിവസം നമുക്ക് പിരാന്ത് പിടിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്കൂൾക്കായിട്ട് ഞാൻ വരണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഓന് പോണ നേരത്ത് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേഗം ഫർദ ഉണ്ടായിരുന്നു, അത് വാരി വലിച്ചിട്ടോ. എന്തോരം വെയിലാണെന്നറിയോ. രാവിലത്തെ ആ കൊള്ളണ വെയിലും വരുന്ന വെയിലൊക്കെ പാടെ കൊള്ളണം കേട്ടോ. അങ്ങനെയാണ്. ഇപ്പോൾ പിന്നെ വിളിക്കാൻ പോകാറില്ല, ഞാൻ കൊണ്ടുവെക്കാൻ മാത്രമാണ് പോവാറ് കേട്ടോ. അങ്ങനെ സ്വത്തുവിൻ്റെ സ്കൂളിലെത്തിട്ടോ. സ്കൂളിലെത്തിക്കഴിഞ്ഞാൽ ഓന് വണ്ടിമെന്ന് ഇറങ്ങൂല കേട്ടോ. വണ്ടിമെന്ന് ഇറങ്ങൂല. പിന്നെ ഓൻ്റെ പാൻ്റെ തലയിലും അങ്ങോട്ട് തൂങ്ങി നിൽക്കും. അങ്ങനെയാണ് കേട്ടോ സ്ഥിരം പരിപാടി. 1 മാസത്തോളമായി ഈ ഒരു പരിപാടി ഒരിക്കലും വിട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ സ്വത്തു അന്ന് നമ്മൾ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് കേട്ടോ. ഇത് സ്വത്തുവിൻ്റെയാണ്. അന്ന് ഞാൻ അത് വീഡിയോസ് എടുക്കാൻ മറന്നു എന്നറിയില്ലേ. അങ്ങനെ സ്കൂള് വിട്ട് വന്ന് താഴത്ത് അവിടെ പണിക്കാരുണ്ട് കേട്ടോ. എന്താന്ന് അറിയില്ല, വെള്ളം ഇങ്ങനെ പോണുണ്ട്. അപ്പോൾ എവിടുന്നാണ് വെള്ളം പോണെന്നില്ല, അവിടെ താഴത്ത് പണിക്കാരുണ്ട്. അപ്പോൾ താഴത്തെ ഓണറിൻ്റെ അടുത്ത് അങ്ങനെ സംസാരിക്കാൻ നിന്നു. അങ്ങനെ ഞാൻ വന്നിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇക്കാക്കും ചേർത്തിട്ടാണ് ഫുഡ് എടുക്കുക. അപ്പോൾ സ്വത്തുനെ കൊണ്ടാക്കി. അങ്ങനെ പത്തിരി എടുത്തിട്ടുണ്ട്. സ്വത്ത് കഴിച്ച പാത്രത്തിൽ തന്നെ പത്തിരി എടുത്തിട്ടുണ്ട്. ഐസിൻ്റെ കട്ട പോയിട്ടില്ല കേട്ടോ.
അപ്പോ നമ്മള് ഒട്ടുമിക്ക പണികളും തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോ രാവിലത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഈ വിശേഷങ്ങളാണ്. ഇനി രാവിലത്തെ വിശേഷങ്ങൾ കഴിഞ്ഞു, ഇനി ഉച്ചക്കത്തെ വിശേഷങ്ങളല്ലേ. അപ്പൊ ഞാന് നാസ്ത കഴിച്ചിട്ട് ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോഴേക്ക് ഇക്ക വരും. ഇക്കാക്കുഞ്ച നാസ്ത കൊടുത്തു കഴിഞ്ഞാ പിന്നെ ഉച്ചക്കുള്ള പരിപാടി എന്ന് പറയണേ സ്വത്തു രാവിലെ പോകുമ്പോ ഉണ്ടാക്കിയ വെജിറ്റബിൾസ് എന്താ മുട്ടയും ചീനയും ഇനി ഒരു പരിപ്പ് കറി വെച്ച് അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച മീനുണ്ട്, ഇത് പൊരിക്കും ചെയ്യാം പരിപ്പ് കറി. പിന്നെതാ അരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നല്ല ജയുടെ അരിയാണ് കേട്ടോ. കണ്ട ഇവിടുത്തെ റേഷൻ കടയിലത്തെ അരി എന്ന് പറയുന്നത് നല്ല ജയുടെ അരിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ രാവിലത്തെ വിശേഷം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാ നാളെ കാണാം. ബൈ.